നമസ്കാരം. പരമ്പരാഗത തീർത്ഥാടന പാത വഴി ശബരിമലയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ദുർഘടമായ പാത എന്ന് പറയുന്നത് കരിമലയാണ്. അതുകൊണ്ടാണ് കരിമല കയറുമ്പോൾ കഠിനമെൻ്റെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ശരണം വിളിയിൽ പോലും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്തർ കരിമല കയറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ പാത വഴി ശബരിമലയിലേക്ക് പോകുമ്പോൾ ഭക്തരുടെ ഏറ്റവും വലിയ ദുർഘടമായ പാതയായി മാറുന്നത് നീലിമല കയറ്റമാണ്. അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് തന്നെയാണ്. കാര്യം അശാസ്ത്രീയമായ പരിഷ്കരണം ഈ ഭാഗത്ത് നടപ്പാക്കിയത് തന്നെയാണ് ഇപ്പോൾ ഭക്തർക്ക് ഏറ്റവും വലിയ ദുരിതം സമ്മാനിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വാർത്ത 2 വർഷങ്ങൾക്ക് മുമ്പ് തത്വമയി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. കാര്യം പരമ്പരാഗതമായ ആ പാത, അതായത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്ന പരമ്പരാഗത പാത എന്ന് പറയുന്നത് നീലിമല കയറ്റം കയറിയുള്ള പാതയാണ്. ഇപ്പുറത്തുള്ള സമാന്തരമായ സ്വാമി അയ്യപ്പൻ റോഡ് എന്ന് പറയുന്നത് ആധുനിക പാതയാണ്. അത് ട്രാക്ടർക്കും മറ്റും കടന്നു പോകാനും ഉള്ള പാതയായി മാറ്റിയപ്പോൾ ഈ പാതയാണ് പരമ്പരാഗത നടപ്പാതയായി ഭക്തർ ഉപയോഗിക്കുന്നത്. സീസൺ സമയത്ത് ഈ ഒരു പാത വൺ വേ കൂടിയാണ്. ഈ ഒരു പാത 2 വർഷം മുമ്പ് ഇതിലെ പടിക്കെട്ടുകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിലേക്ക് മിനുസമുള്ള കല്ലുകൾ പാകി ദേവസ്വം ബോർഡ് ഈ ഒരു പാത പരിഷ്കരിച്ചിരുന്നു. പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഒരു പാത പുതുക്കി പണിതത്. പക്ഷേ ഈ പാത പുതുക്കി പണിതതിന് ശേഷം അന്ന് തന്നെ നമ്മൾ ഇത് സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരുപാട് പേർക്ക് അപകടം പറ്റാൻ ഈ മിനുസമായ കല്ലുകൾ പാകിയ പാത കാരണമാകുമെന്നുള്ള തരത്തിൽ തത്വമയി അന്ന് തന്നെ ഒരു വാർത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ മിഥുനമാസം നട തുറന്നപ്പോൾ ശബരിമലയിൽ കനത്ത മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, അതിനോടൊപ്പം ഒഴുകി വരുന്ന ചെളി, ഇതിലൊക്കെ തെന്നി ഒരുപാട് ഭക്തർക്കാണ് ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായി പരിക്ക് പറ്റിയിട്ടുള്ളത്. നിരവധി പേർക്ക് പുറം തലയിലാണ് പരിക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആക്കം കൂട്ടുന്നത്, ഇതിൻ്റെ ഒരു ആഘാതം കൂട്ടുന്നത്. കാര്യം തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ വശങ്ങളിൽ പിടിക്കാനുള്ള കൈപ്പിടികളൊക്കെ ഉണ്ടെങ്കിലും വലിയ തിരക്ക് വരുന്ന സമയത്ത് നടുക്കുകൂടി വരുന്ന ഭക്തർക്ക് അതിൽ പിടിക്കാനുള്ള ഒരു സൗകര്യം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങി വരുന്ന ദുർഘടമായ പാതയിൽ തെന്നി വീഴുക സ്വാഭാവികമാണ്. ഒരുപാട് പേർക്ക് കൈകാലുകൾക്കും മറ്റും മുറിവ് സംഭവിച്ചിട്ടുണ്ട്, ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് പുറം തലയ്ക്ക് തന്നെ സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആന്ധ്ര സ്വദേശി തിരിച്ചിറങ്ങുമ്പോൾ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞിരുന്നു. എന്നിരുന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിലും ഇത്തരത്തിലുള്ള പരിക്കുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ പാത പരിഷ്കരണത്തിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നും ഇതിൽ കനത്ത അമർഷമാണ് ഉയരുന്നത്. ഈ പാത നിർമ്മിക്കുമ്പോൾ തന്നെ, അതായത് ഇത്തരത്തിൽ അവിടുത്തെ പഴയ പടിക്കെട്ടുകൾ പൊളിച്ചിറക്കിക്കൊണ്ട് മിനുസമായ പാതകൾ ഈ ഉത്സവ സമയത്ത് ആനയ്ക്ക് കടന്നു വരുന്നതിനും അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിൽ ട്രാക്ടറിനും അതുപോലെ ഗൂർഖ ജീപ്പിനും, ആംബുലൻസായി ഉപയോഗിക്കുന്ന സന്നിധാനത്തെ ഗൂർഖ ജീപ്പിനുമൊക്കെ കടന്നു പോകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പാത നവീകരണം അവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു കയറ്റത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു പാത നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അശാസ്ത്രീയത വെളിവാക്കുന്നത്. കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ മിനുസമുള്ള കല്ലുകൾ, ഒരു ഗ്രിപ്പും അവിടെ ഇല്ല എന്നുള്ളത്. ഈ മാസപൂജയ്ക്ക് നട തുറക്കുന്ന 5 ദിവസങ്ങളിൽ മാത്രമാണ് ഭക്തർ അതുവഴി യഥേഷ്ടം കടന്നു പോകുന്നത്. ബാക്കി സമയങ്ങളിലൊക്കെ ആ പാത വിജനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പാതയിൽ പായൽ പിടിക്കാനുള്ള ഒരു സാധ്യതയും വളരെയധികം കൂടുതലാണ്, പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത്. അല്ലാത്ത തരത്തിലുള്ള വലിയ ക്ലീനിങ് ഒന്നും അവിടെ നടക്കുന്നുമില്ല ഈ സീസൺ സമയത്തല്ലാതെ. അതുകൊണ്ട് തന്നെ ഈ പായലിൽ തെന്നി വീഴുക, അല്ലെങ്കിൽ ഈ ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ വരുന്ന ചെളിയിലും മറ്റും അടിഞ്ഞിരിക്കുന്ന മറ്റ് കല്ലുകളും ഉരുളൻ കല്ലുകളും ഒക്കെ ആ ഭാഗത്ത് വരികയും അതിലൊക്കെ തെന്നി വീഴുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ്. ഇത് വലിയ രീതിയിൽ തന്നെ ഭക്തർക്കൊരു ഭീഷണിയായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നിരവധി പേർക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാരമായ പരിക്ക് കഴിഞ്ഞ ഈ മിഥുനമാസം നട തുറന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പാതയുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു പുനഃപരിശോധന നടത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനായ ശ്രീ റാന്നി അനിൽകുമാർ, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിച്ച ശേഷം തിരിച്ചു വരാം. ഈ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനും ശ്രീ ശശികുമാർ വർമാജിയും കൂടി ചേർന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അടക്കം ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. ഇവരെല്ലാം തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വളരെ വിശദമായി ഇതിന്റെ ശാസ്ത്രീയത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന
ഗണപതി കോവിൽ മുതൽ നമ്മുടെ ശബരിപീഠം വരെയുള്ള ആ ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ചെളി വീണ്ട് കരിയിലയും വീണ് ഭക്തജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അന്ന് തന്നെ ഈ വിവരം പറഞ്ഞിരുന്നു. കാരണം 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എത്രയും കാഠിന്യമത്തോടു കൂടി നേരത്തെ നമുക്കറിയാം കരിങ്കൽ ഇട്ടും അതുപോലെ തന്നെ വളരെ ഉയർന്ന നിലയിൽ മെറ്റലുകൾ യൂസ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നു. ആ സമയം പോലും 2-3 വർഷത്തിന് ശേഷം ഇത് വളരെ മിനുസപ്പെടുന്നു. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ കയറുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ വളരെ സ്ലിപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നും അതുപോലെ തന്നെ പരമ്പരാഗതമായി നടക്കുന്ന ഈ ആറാട്ടുത്സവത്തിന് പമ്പയിലേക്ക് വരുന്ന ആറാട്ട് എഴുന്നള്ളത്തിന് ആന ഇറങ്ങാൻ ഇതിൽ വഴി ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഒക്കെ വളരെ വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ട് വളരെ നിരുത്തരപരമായിട്ടാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പ്രവൃത്തി ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ ഫണ്ടുമായി സംബന്ധിച്ചും അതുപോലെ എസ്റ്റിമേറ്റുമായിട്ട് സംബന്ധിച്ചുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശപ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ പോലും വളരെ മനഃപൂർവ്വമായി വൈകിപ്പിക്കുകയും വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യവും സംജാതമായിരുന്നു. ഇത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഗുരുതരമായ വീഴ്ചയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടിന് ദേവസ്വം ബോർഡ് സമാധാനം പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾക്കെതിരെ നിയമപരമായ നടപടികളിലേക്ക് കടക്കും. സൂചിപ്പിച്ചതുപോലെ തത്വമയി അന്ന് ഇതിന്റെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പാത സംരക്ഷണ സമിതിയും ഇത് സംബന്ധിച്ച് ഒരു ആശങ്ക ഉയർത്തിയിരുന്നു. അന്തരിച്ച പന്തളം രാജകുടുംബാംഗം PG ശശികുമാരവർമ്മയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച ഒരു പരാതിയും ദേവസ്വം ബോർഡിന് കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നും ദേവസ്വം ബോർഡ് പുനഃപരിശോധിക്കാനിടയായില്ല. തനിഷ്ടപ്രകാരം ഈ ഒരു പദ്ധതി എങ്ങനെയും നടപ്പാക്കുക എന്നുള്ള ഒരു സ്വാർത്ഥ ലാഭത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മരാമത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ശബരിമലയിൽ ഭക്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരിതം. അടിയന്തരമായി അടുത്ത മാസമെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങോട്ട് 4-5 മാസം മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഇനി നട തുറക്കുന്ന വേളകളിലൊക്കെ ഇത്തരം ദുരിതങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം. ഇന്നലെ പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പാത ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമാന്തരമായിട്ടുള്ള സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ കടത്തിവിടുന്നത്. എങ്കിലും ഭക്തർക്ക് പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു പോകേണ്ട ഒരു പാതയാണ് ഈ നീലിമല പാത. കാര്യം ശബരിപീഠം വരുന്നത് ഈ ഒരു പാതയിലാണ്. അത് കഴിഞ്ഞ് വരുന്ന മരക്കൂട്ടം, അതിന് മുന്നുള്ള അപ്പാച്ചിമേടിൽ ഉണ്ടെറിയുന്ന വഴിപാടൊക്കെ ശബരിമല ആചാരത്തിൻ്റെ ഭാഗമായുള്ള അനുഷ്ഠാനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഭക്തർക്ക് അനുഷ്ഠിക്കണമെങ്കിൽ ഈ ഒരു പാത വഴി കടന്നു പോയേ മതിയാവൂ. അതിനാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിഘ്നം സംഭവിച്ചിരിക്കുന്നത്. ഈ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അടുത്ത സീസൺ സമയം വരെയും ശബരിമലയുടെ ഒരു പ്രകൃതി നമുക്കറിയാം. ഒക്ടോബർ വരെയും ആ ഒരു മഴക്കാടുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിർബാധം മഴ തുടരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളിലൊക്കെ ശബരിമലയ്ക്ക് എത്തുന്ന ഭക്തർക്ക് കടുത്ത ദുരിതമാകും നീലിമല കയറുമ്പോൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ഒരു പാതയുടെ കാര്യത്തിൽ, ഭക്തരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഗൗരവമായ ഒരു സമീപനം കൈക്കൊള്ളണമെന്ന് തന്നെയാണ് ഭക്തരുടെ ആവശ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.